ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഇഷ ഫാഷൻ. ഇന്ന് നമ്മൾ ഒരു കുഞ്ഞുടുപ്പാണ് ചെയ്യുന്നത്. ഈ കാണുന്ന ഒരു കുഞ്ഞുടുപ്പ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൻ്റെ താഴെ ഭാഗത്തേക്കുള്ളത് ഞാൻ ആദ്യം കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പേപ്പറിൽ അതിൻ്റെ ഒരു കട്ടൗട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ക്യാൻവാസിൽ വെച്ച് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈ കാണുന്ന രീതിയിൽ വെച്ചിട്ട് അത് നമുക്കൊന്ന് വരച്ചെടുക്കാം, എന്നിട്ട് കട്ട് ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം അത് മെറ്റീരിയലിൽ വെച്ചിട്ടൊന്ന് അയൺ ചെയ്യാം. ഞാൻ എടുത്തിരിക്കുന്ന ക്യാൻവാസ് എന്ന് പറയുന്നത് താഴെ ഭാഗം സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ളതാണ് കേട്ടോ. അതായത് അയൺ ചെയ്യുമ്പോൾ അത് ആ മെറ്റീരിയലിലേക്ക് സ്റ്റിക്കാവും. കണ്ടില്ലേ, അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാതെ നമുക്ക് നല്ല രീതിയിൽ പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഞാൻ ആദ്യം തന്നെ നെക്കിൻ്റെ ഭാഗമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. നെക്കിൻ്റെ ഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ താഴെ ഭാഗമാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ലൈനിങ്ങും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഞെറികൾ എടുത്ത് കൊടുക്കുകയാണ്. ഞെറികൾ എടുക്കുമ്പോൾ ആദ്യം മെറ്റീരിയലും എടുക്കണം, അതുപോലെ തന്നെ ലൈനിങ്ങിലും എടുത്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ താഴെ ഭാഗത്തേക്കുള്ള പ്ലേറ്റ്സൊക്കെ നമ്മൾ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച ആ നെക്കിൻ്റെ പോർഷനുമായിട്ട് ഇതിനെ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പത്തിനായിട്ട് ആദ്യം സൂചിയൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി വെക്കുന്നുണ്ട്. അതിന് ശേഷമാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഇതായി കാണുന്ന രീതിയിൽ ഞാനതിനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഉടുപ്പിൻ്റെ ഏകദേശ രൂപം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിൻ്റെ സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമുക്കിതിൻ്റെ താഴ്ഭാഗം മടക്കി വെച്ചിട്ടൊന്ന് തയ്ച്ച് കൊടുക്കണം. നമുക്ക് ലൈനിങ്ങും അതുപോലെ തന്നെ മെറ്റീരിയലും ഒരേ രീതിയിൽ തന്നെ ഈ കാണുന്ന രീതിയിൽ മടക്കി വെച്ചിട്ട് തയ്ച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞുടുപ്പിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിനകത്ത് കുറച്ചും കൂടെ അലങ്കാരപ്പണികൾ ബാക്കിയുണ്ട് കേട്ടോ. നമുക്കിനി അത് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് നമ്മുടെ ഈ മെറ്റീരിയലിൻ്റെ കസവ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഈ കാണുന്ന രീതിയിലൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കാം. താഴെ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നോർമൽ നീഡിലും ത്രെഡും വെച്ചിട്ട് ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക് നോർമൽ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ എൻഡ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളവിടെ കട്ട് ചെയ്യാൻ പാടില്ല, ആ ത്രെഡിലേക്ക് വലിച്ചിടാണ് ചെയ്യേണ്ടത്. കണ്ടില്ലേ, നമ്മൾ ആ ത്രെഡിൻ്റെ അറ്റത്തേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് നീക്കി വെച്ചിട്ടുണ്ട്. ആ സെയിം ത്രെഡിൽ തന്നെയാണ് നമ്മൾ അടുത്തതും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ആ രീതിയിൽ നമുക്കൊരു 5 പെറ്റൽസിനെ ഈ ഒരു ത്രെഡിൽ കോർത്തെടുക്കണം.
ഇതാ കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ 5 ഈ രീതിയിൽ നമ്മൾ ആ ത്രെഡിൽ കോർത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്തെടുത്ത പെറ്റലിനെ ഈ രീതിയിലൊന്ന് വലിക്കാം. ഇതുപോലെ തന്നെ ബാക്കി 4 നമുക്ക് വലിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു ഞെറി പോലെ വരും, അതായത് ഫ്ലവറിൻ്റെ ഒരു ഷേപ്പിൽ വരും. അപ്പോൾ അതാ കണ്ടില്ലേ, ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടറ്റവും ഒന്ന് തുന്നി കൊടുക്കണം. ഇപ്പോൾ ഈ കാണുന്ന രീതിയിലൊന്ന് തുന്നിയെടുത്ത ശേഷം ഇതിൻ്റെ സെൻറ്ററിൽ നമുക്കൊരു ഷോ ബട്ടണോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ബീഡ്സോ ഉപയോഗിച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഷോ ബട്ടണാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ B700 ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഞാനതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ രീതിയിൽ ഞാൻ 3-4 ഫ്ലവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഫ്ലവേഴ്സ് ഈ ഉടുപ്പിലേക്ക് തുന്നി വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫ്ലവേഴ്സ് എല്ലാം ഉടുപ്പിലേക്ക് തുന്നി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ബീഡ്സ് സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന രീതിയിലും സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനോടൊപ്പം ഉടുപ്പിന് മാച്ചാവുന്ന രീതിയിൽ ഞാനൊരു ചെറിയൊരു ഹെയർ ബാൻഡും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കുഞ്ഞുടുപ്പിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.